ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഒരു മിനിറ്റിൽ ശരാശരി 70 പേർ 18ാം പടി കയറുന്നുണ്ട്. തിരക്ക് നിയന്ത്രണ വിധേയമായതിന്റെ ആശ്വാസത്തിലാണ് ദേവസ്വം ബോർഡ്. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രവീൺ, ഗുഡ് മോർണിംഗ്. ഇന്നും സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ്. എല്ലാം നിയന്ത്രണ വിധേയമായിട്ട് തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്? ഗുഡ് മോർണിംഗ് ശ്രുതി, ആര്യ. ഇന്നും സന്നിധാനത്ത് ഭക്തജന തിരക്ക് തന്നെയാണ്. കാലാവസ്ഥ ഇന്ന് അല്പം പ്രതികൂലമാണ്. പുലർച്ചെ മുതൽ തന്നെ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. അത് ഭക്തരെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടാണ്, മല ചവിട്ടുന്നതിനൊക്കെ. ഇന്നിപ്പോൾ നമുക്ക് ആ ദൃശ്യം കാണാൻ സാധിക്കും. മഴയെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഭക്തർ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വലിയ നടപ്പന്തലിൽ ഉൾപ്പെടെ നല്ല ക്യൂ തന്നെയാണ് ഉള്ളത്. ഫ്ലൈ ഓവറിലും ഭക്തർ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഇന്ന് പുലർച്ചെ 3-ന് നട തുറന്ന് ആദ്യ 1 മണിക്കൂറിൽ, അതായത് 4 മണി വരെ ഇതിനോടകം 4578 പേർ ദർശനം നടത്തി കഴിഞ്ഞു. 4 മുതൽ 5 മണി വരെ 4200 പേരും 5 മുതൽ 6 വരെ 4381 പേരും ദർശനം നടത്തി. അതായത് പുലർച്ചെ 3-ന് നട തുറന്ന് ഇതിനോടകം തന്നെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം ഇപ്പോൾ 13,000 കടന്നിരിക്കുന്നു. ഇന്നലെ 89,268 പേരാണ് ദർശനം നടത്തിയത്. അത് ഒരു വലിയ സംഖ്യ തന്നെയാണ്. ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ 90,000-ന് മുകളിലേക്ക് ഒരു ദിവസം ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം എത്തിയിരുന്നു. ഇപ്പോഴും ഈ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണ വിധേയമായി തന്നെയാണ് നൽകുന്നത്. അത് 5,000-ൽ താഴെ പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത്. ഇന്നലെ 4,455 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനം അനുവദിച്ചത്. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സ്പോട്ട് ബുക്കിംഗ് അത് ഓരോ ദിവസവും ഭക്തരുടെ എണ്ണം വിലയിരുത്തും, അതിനുശേഷം മാത്രമായിരിക്കും അത് വർദ്ധിപ്പിക്കണമോ എന്ന് തീരുമാനിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 5,000-ൽ താഴെ മാത്രമാണ് ഈ സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനം അനുവദിക്കുന്നത്. മറ്റൊന്ന്, ഈ മഴയുള്ള സമയത്ത് പുല്ലുമേട് വഴി വരുന്ന ഭക്തർ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ADGP S. ശ്രീജിത്ത് പറഞ്ഞിരുന്നു. കാരണം കാനന പാതയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഭക്തർ തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൂടി ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസും നൽകുന്നുണ്ട്. ഏതായാലും തിരക്ക് ഇപ്പോഴും നിയന്ത്രണ വിധേയം തന്നെയാണ്. ഇന്നും പതിവ് പോലെ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തരാണ് കൂടുതലും ദർശനത്തിന് എത്തുന്നത്. എങ്ങനെയുണ്ട്? റെയിൻ ഒരു പ്രശ്നമാണ്? It's not that harsh, but we came at 3:15. Now it's getting almost 2.5 hours. It's going good, everything. പ്രശ്നങ്ങളില്ല. മഴ എത്തുമ്പോഴേക്കും ഇവിടേക്ക് പന്തലിലേക്ക് എത്തി. കൂടെ തിരക്കില്ലായിരുന്നു. മഴ ഭക്തർക്ക് മലകയറ്റത്തും ഒരു ബുദ്ധിമുട്ടാകുമോ? ഇല്ല, ഇതിന് ഈ ഒരു മഴ ഒരു ബുദ്ധിമുട്ടാവില്ല. എങ്ങനെയുണ്ട് തിരക്ക്? വലിയ നടപ്പന്തലിലൊക്കെ വലിയ തിരക്കുണ്ടോ ഇന്ന്? ഇല്ല, വലിയ നടപ്പന്തലിൽ മാത്രമേ കുറച്ചു നേരം നിന്നിട്ടുള്ളൂ. ബാക്കി ഇവിടെ നിന്ന് കിട്ടി. പമ്പയിൽ നിന്ന് എത്ര സമയം എടുത്തു ഇവിടേക്ക് എത്താൻ? പമ്പയിൽ 3 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഇല്ല, തിരക്കൊന്നുമില്ലായിരുന്നു. ഇവിടെ ഈ നടപ്പന്തലിൽ മാത്രം കുറച്ച് തിരക്കേ ഉള്ളായിരുന്നു. ബാക്കിയൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെയാലും പോകാൻ ചെറിയ മഴയുണ്ട്, അതൊരു ബുദ്ധിമുട്ടാകുമോ നിങ്ങൾക്ക്? ചെറിയൊരു ചാറൽ മാത്രമേ ഉള്ളായിരുന്നു. വലിയ മഴകളൊന്നുമില്ല. ബുദ്ധിമുട്ടാകുന്ന മഴകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ചെറിയ മഴയൊന്നും ഭക്തർക്കൊരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. ദർശനം ഇപ്പോൾ സുഗമമായി തന്നെ നടക്കുന്നു.